ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 14ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ് തയ്യാറാക്കുന്നത്. ചിക്കൻ കറി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ പത്തിരിക്ക് വെള്ളം നമ്മൾ വെക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. മറ്റാരുമല്ല, നാത്തൂനും കുട്ടികളുമാണ്. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി. സ്നാക്കായിട്ട് സമൂസയും പോക്കറ്റ് ഷവർമയും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം സവാള, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ നന്നായി ചോപ്പ് ചെയ്തത് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ബിരിയാണി മസാലയും കൂടെയാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അല്പം മീറ്റ് മസാലയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. എല്ലാം കുറേശ്ശെയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കാം. ഇനി അല്പം മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സമൂസക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈയിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ്. അപ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് നന്നായി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി പത്തിരിപ്പണി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ പത്തിരി ഇങ്ങനെ പരത്തി തുടങ്ങുന്നുണ്ട്. ഇനി ഇത് പരത്തി വെച്ചതിന് ശേഷം നമുക്ക് സ്നാക്സിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്താം. അപ്പോൾ ആദ്യം നമ്മൾ സമൂസ റെഡിയാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പോക്കറ്റ് ഷവർമയിലേക്കുള്ള ബ്രെഡ് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്ന രീതി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ സമൂസയും പോക്കറ്റ് ഷവർമയും ഒക്കെ റെഡിയാക്കി. അപ്പോൾ സുലു അവിടെ
പത്തിരി ചുടുന്നു, ഞാനിവിടെ സ്നാക്സ് റെഡിയാക്കുന്നു. ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സമൂസ പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെയാണ് ഞാൻ പോക്കറ്റ് ഷവർമയ്ക്കുള്ള ബ്രെഡ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഫില്ലിങ്സ് ഇതിനുള്ളിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ജ്യൂസിൻ്റെ പരിപാടിയിലേക്ക് പോവാം. ഇന്ന് പൈനാപ്പിൾ ജ്യൂസും മുന്തിരി ജ്യൂസുമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമ്മൾ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ. ബാങ്ക് കൊടുത്തു, നമ്മൾ നോമ്പ് തുറക്കാണ്. നോമ്പ് തുറന്ന ശേഷം മക്കൾ നല്ല കളിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.